പ്രധാന പ്രതിയായ കൊടിസുനിക്കടക്കം ശിക്ഷാ ഇളവ് നൽകാനുള്ള സർക്കാർ നീക്കം ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് തകർന്നു വീണു. ജയിലിനകത്തു നിന്ന് പോലും കൊടിസുനിയും ടീമും കൊട്ടേഷൻ ഏറ്റെടുക്കുന്ന വാർത്തകളും എത്തി. ഇപ്പോഴിതാ വീണ്ടും TP കേസിലെ ചില പ്രതികൾക്ക് ഇളവ് നൽകാൻ നീക്കം. KT രജീഷും അണ്ണൻ സജിത്തും മുഹമ്മദ് ഷാഫിയുമാണ് അതിവേഗം പുറത്തിറങ്ങാൻ സാധ്യതയുള്ളവർ. TP കേസിലെ കൊടിസുനി വിഭാഗം CPM-മായി അകലത്തിലാണ്. ഈ സാഹചര്യത്തിലാണ് പാർട്ടിയോട് ഇപ്പോഴും കൂറുണ്ടെന്ന് വിശ്വസിക്കുന്ന 3 പേരെ അതിവേഗം പുറത്തു കൊണ്ടുവരാനുള്ള നീക്കം. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന 6 പേർക്കും പരോൾ ഈയിടെ നൽകിയിരുന്നു. കണ്ണൂർ ജയിലിലുള്ള 30 പേർക്ക് പരോൾ അനുവദിച്ചതിനൊപ്പമാണ് ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളായ TK രജീഷ്, മുഹമ്മദ് ഷാഫി, കീർമാണി മനോജ്, MC അനൂപ്, അണ്ണൻ സജിത്ത്, K ഷിനോജ് എന്നിവർക്കും പരോൾ അനുവദിച്ചത്. തവന്നൂർ ജയിലിൽ കഴിയുന്ന കൊടിസുനി പരോളിനായി അപേക്ഷ നൽകിയിരുന്നുവെങ്കിലും ജയിൽ സുരക്ഷാ വാർഡന്മാരെ ആക്രമിച്ച കേസ് ഉള്ളതുകൊണ്ട് തള്ളിക്കളയുകയായിരുന്നു. എന്നാൽ ബംഗളൂരു പോലീസിന്റെ തോക്കുകടത്ത് കേസിലെ പ്രതിയാണ് TK രജീഷ്. രജീഷിനും പരോൾ കിട്ടി. ഇതിനൊപ്പമാണ് പരോൾ നൽകിയവരിൽ 3 പേർക്ക് ശിക്ഷ ഇളവ് നൽകുന്നത്. വടകരയിലെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം CPM-മായി പലരും അകലുന്നത് കൊണ്ടാണെന്ന വിലയിരുത്തൽ CPM-നുണ്ട്. വടകരയിലും കണ്ണൂരിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM പ്രതീക്ഷിച്ചതിലും അപ്പുറമുള്ള തോൽവിയാണ് ഏറ്റുവാങ്ങിയത്. ഈ സാഹചര്യത്തിലാണ് ജയിലിലുള്ള 3 പേർക്ക് അനുകൂല നിലപാട് ഉണ്ടാകുന്നത്. 3 പേരെ മോചിപ്പിക്കുന്നതിന് മുന്നോടിയായി ജയിലിൽ സൂപ്രണ്ട് നടപടികളിലേക്ക് കടന്നു. പോലീസിന് സുരക്ഷാ പ്രശ്നങ്ങൾ അടക്കം നൽകാനുള്ള നോട്ടീസാണ് ജയിൽ വകുപ്പ് നൽകിയത്. പോലീസ് റിപ്പോർട്ട് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് നീക്കം. അങ്ങനെ അനുകൂല റിപ്പോർട്ട് നൽകിയാൽ ഇവരെ 3 പേർക്കും ശിക്ഷ ഇളവിന് വഴിയൊരുക്കും. പോലീസിന് കണ്ണൂർ ജയിൽ സൂപ്രണ്ട് അയച്ച കത്ത് പുറത്തു വന്നതോടെയാണ് സർക്കാർ നീക്കം ചർച്ചകളിലെത്തുന്നത്. ഇളവില്ല ജീവപര്യന്തമാണ് ഇവർക്ക് കോടതി വിധിച്ച ശിക്ഷ. ഹൈക്കോടതിയുടെ അപ്പീൽ തള്ളലിലും ഇത് വ്യക്തമായി. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു ശിക്ഷ ഇളവ് നീക്കം നിയമവിരുദ്ധവുമാണ്. സുപ്രീം കോടതിയിൽ നിന്നും അനുകൂല ഉത്തരവുണ്ടെങ്കിലേ ഇവരെ പുറത്തുവിടാനും കഴിയും. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ഒരാളൊഴികെ മുഴുവൻ പ്രതികൾക്കും പരോൾ ലഭിച്ചത് ആശങ്കയുളവാക്കുന്നുവെന്ന് KK രമ MLA പ്രതികരിച്ചിരുന്നു. കൊടും ക്രിമിനലുകളായ പ്രതികൾ ഒരേ സമയം പുറത്തിറങ്ങുന്നത് നാടിന്റെ സമാധാനത്തിന് ഭീഷണിയാണ്. പരോൾ അനുവദിക്കുന്നതിന് പോലും വിലക്കുള്ള പ്രതികളെ പുറത്തിറക്കിയതിന് പിന്നിൽ ഇവരുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും രമ ആരോപിച്ചിരുന്നു. വടകരയ്ക്കടുത്ത് വള്ളിക്കാട് വെച്ച് 2012 മെയ് 4-ന് RB സ്ഥാപക നേതാവ് TP ചന്ദ്രശേഖരനെ ഒരു സംഘം ബോംബെറിഞ്ഞു വീഴ്ത്തിയ ശേഷം വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു.